പിന്നെ അച്യുതന്മാരെ ഈ കടക്കാരെ കൊണ്ട് തോറ്റു. ഞങ്ങളാ. ആ നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചു കാശ് കൊടുക്കാനുള്ള ഒരു വല്ലവരും ആയിരിക്കും. അറിഞ്ഞില്ലേ അച്യുതന്മാരെ, ഗുരുവായൂരപ്പം പ്രത്യക്ഷമാവണു. അതിന് നീ ആരാ? കുറൂരമ്മയോ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷാക്കാൻ? ഇത് കണ്ടോ, ഇവിടെ ദേവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണു. വധശിക്ഷ റദ്ദാക്കിയത്രേ. ഏത് കോടതിക്കും മേലെ ഒരു ദൈവം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛന്മാരെ? പക്ഷേ പുറത്തിറങ്ങിയാല് പഴയ സ്നേഹം നമ്മളോട് ഉണ്ടാവുന്ന എന്റെ പേടി. അതിന് നമ്മൾ എന്ത് തെറ്റാ ആ മനുഷ്യനോട് ചെയ്ത്? ഈ 4 കൊല്ലത്തിനടിക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയുണ്ടോ ദേവേട്ടനെ? നീ പറഞ്ഞാൽ ഇത്തിരി സത്യമുണ്ട് വാസു. തെറ്റ് തന്നെ നമ്മൾ ചെയ്ത്. ഒരിക്കലും അല്ല അച്ഛന്മാരെ. കാട് കുലുക്കി നടന്ന ആ ഒറ്റക്കൊമ്പൻ ഒരു വാരിക്കുഴി വീണ് പിടയുമ്പോ അത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലാഞ്ഞിട്ടല്ലേ നമ്മൾ പോവാതിരുന്നത്. എല്ലാ സങ്കടങ്ങളും ചെന്ന് പറഞ്ഞ മാപ്പ് തരാണ്ടിരിക്കില്ല ദേവേട്ടൻ. എന്തിനാ കുട്ടിയെ? എന്റെ കുട്ടി തെറ്റ് ചെയ്തു ഈശ്വരൻ വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല അമ്മ. ഇനി ഒരിക്കലും ഈ മൂകാംബിയെ കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. ഏത് ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഈശ്വര വീണ്ടും? കരയണ്ട. 4 കൊല്ലം നിനക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞവളായി അമ്മ. ദേവ, ഞങ്ങൾ ഇറങ്ങുന്നു. നീ ഇത്തിരി വിശ്രമിക്ക്. വന്ന് കണ്ടോളാം. പിന്നെ അവള് പോയതോടെ ഈ വീട്ടിലെ വിളക്ക് കിട്ടും. നീ എന്തെങ്കിലും ഒന്ന് മിണ്ടന്റെ പൂവേ. എത്ര കാലം കൂടിയിട്ട് കേറി വന്നതാ നീയെ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ. മോളത്തെ മുറിയിൽ വിരിച്ചിട്ടുണ്ട്. വേണ്ട, അവിടെ കിടന്നാല് ഓരോന്നോർത്ത് ഉറക്കം കിട്ടും. അതിന് നീ ഒന്നും ഓർക്കണ്ട. ഈ കിട്ടിയതൊരു പുനർജന്മാണെന്ന് അങ്ങോട്ട് ധരിക്കുക. പല്ലാവൂരപ്പൻ ശീവേലി കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ ആശാൻ തളർന്നു വീണത്. ദക്ഷിണ അങ്ങനെ കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താവാനാ? എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇടവന്നേ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. ആ പിന്നെ അതിലുള്ളിയുണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകമ്മല വെച്ചൊരു കത്തി എടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു നുള്ളു ഉപ്പിടുക. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ട ഒന്ന് ഉഷാറാക്കുവാസോ നീയേ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. പൂരപ്പറമ്പത്ത് തുടങ്ങിയതല്ലേ ഉത്സാഹം. ഉത്സാഹത്തോട് ഉത്സാഹം, ഇവിടെ ഉത്സാഹം. അയ്യോ, ഇവിടെ ആരെങ്കിലും കാണും. ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചാലുള്ള കാര്യം നിനക്കറിയാലോ. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരണുണ്ടോ അതോ? ആവേശം മൂക്കണു. ആവേശം ഉത്സവം കണ്ടില്ലല്ലോ. അതിനപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. നീ എന്താടാ
സവാള കണ്ടുപിടിക്കാൻ ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞപ്പോ ആശാനൊന്നും കൊണ്ടാത്തേ. അയ്യോ മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10,000 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താ അറിയോ ആശാരെ, ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ട് കുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ട് അല്ലേ ആശാരെ? എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. അല്ല നമുക്ക് പോണ്ടേ ഇങ്ങടെ വീട്ടിലേക്ക്? ഓടാ. ഈ മേടസൂര്യനെയും ബലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. ഒരു പാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയരുത്. നീ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കിൽ ഞാൻ. മോൻ വീട്ടിൽ ചെല്ല്. അല്ല നമ്മുടെ കോഴി കോഴി പോയി കൂവി തള്ളിയട്ടെ. നീ പിണങ്ങി പോവാണോ? എന്റെ ഗുരുനാഥനോട് ഞാൻ പിണങ്ങില്ല. ദേവേട്ടാ, ഞാൻ വണ്ടി എടുക്കാം. ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നില്ല. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥ. ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. കിടക്കുന്ന സാധനം തന്നെയാ. അതവിടെ കിടന്നോ. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാരെ കൂട്ടിനായി അതവിടെ വെച്ചിട്ട് പോടോ. ഇതിൽ ഇത്തിരി ഉള്ളൂ, മതി. മതിയാവില്ല. ആരാത്? ആരാന്നോ ചോദിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനാ കുഞ്ഞിരാമേട്ടാ. പേടിച്ചു പോയ എന്റെ കുട്ടിയെ. എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയാർന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പൊതുവാളിന്റെ ഹാല്? വെടികൊണ്ട നരിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. അമ്മ അറിയോ? ഒരച്ച പതിപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു. എന്നാ കുഞ്ഞിരാമട്ടൻ കൊടുന്നോളൂ. ഓ അമ്മേ മൂകാംബികയെ രക്ഷിക്കണേ. എവിടെയായിരുന്നടാ നീ? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്? തിരക്കായിരുന്നു മൂകാംബിക. എനിക്ക് മട്ടന്നൂര്, മട്ടന്നൂര്, കാറൽമണ്ണ, മഞ്ചേരി, തിരുനാവായ, മലമക്കാവ്, എങ്ങും പ്രളയങ്ങളുടെ പൂരമല്ലേ, പൂരപ്രളയം. നിന്റെ ഒടുക്കത്തെ പൂരം ഭ്രാന്തന്റെ മാതിരി ആയിരിക്കണം. നീ വല്ലതും കഴിച്ചോ? എത്ര കഴിച്ചാലും എന്റെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപിടി പ്രസാദം വാങ്ങിക്കഴിക്കുന്നതിന് പുണ്യം വേറെ എവിടെ കിട്ടും? കൈ കഴുകിയിട്ടിരിക്കടാ എന്റെ കള്ള. ആ വസുന്ധരെ വിളിക്കട്ടെ? വേണ്ട വേണ്ട. അച്ഛനറിയണ്ട, കഥ അടയ്ക്കാം. എന്താടാ ഇത്? അച്ഛനോടല്ലേ? കൈ കുടുങ്ങിപ്പോയി. ഇവിടത്തെ വലിയ പൊതുവാളിന് ഹാലിളകിയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നുണ്ടാവില്ലേ നിന്നെ പോലൊരു പോക്രി വീട്ടിലുണ്ട്? അച്ഛന് വട്ടാണമ്മേ, വട്ട്. അതേടാ, എനിക്ക് വട്ടാ. എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്ത് നീയാ? എഴുന്നേക്കണം പിശാചിന്റെ മോൻ. മതി കഴിച്ചത്. തല്ലണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല, അതാ ഇത്ര കഴിച്ചു പോയത്. നിനക്ക് നൊന്തോ? പൂരപ്പറമ്പെന്നും കള്ളുഷാപ്പെന്നും ഒക്കെ ഞെരിവട്ടം കിട്ടുന്ന ശരീരമായത്. ഈ പൂച്ചയെ തല്ലണ വടി കൊണ്ട് ചൊറിഞ്ഞ എനിക്ക് എന്താ കാരാമേ? അച്ഛൻ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് പലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ചോറുളമ്പ് ഭൈരതി, ചോറുളമ്പ്. ഏത് ഗന്ധർവനെയാടി നീ കാത്തു നിൽക്കണേ? ഞാൻ ദേവേട്ടൻ താഴെ വന്നു എന്നറിഞ്ഞപ്പോ ഇതാ വരാൻ പാടില്ലായിരുന്നു. അയ്യോ ദേവേട്ട, ഞാൻ എനിക്കൊന്ന് ഉറങ്ങണം. കരച്ചിലും വീഴ്ചയിലും നടത്താനുള്ളവർക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി പോവാം. എന്തിനാ ദേവേട്ട എന്നോട് ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ദേവേട്ടനോട് ചെയ്തത്?
സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല ഞാൻ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളൂ. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർധാവിൽ ഒരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസ്സരിക്കാനും ഒക്കെ? ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നത് കരിങ്കല്ലിൽ ഉടച്ച നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം. അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ. ഇത്രയും കാലം ഈ വെറും നിലത്ത് പായ വിരിച്ച് കിടന്നതിന് നഷ്ടപരിഹാരം എത്രയാന്ന് ചോദിച്ചാൽ അത് തരാം. ദേവേട്ട, നെഞ്ചു പൊള്ളിപ്പോണ വാർത്തയൊന്നും പറയല്ല ദേവേട്ട. തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റേത്, അറിയോ നിനക്ക്? നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്ന അത്. തറവാട്ട് മഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ എല്ലാരും കൂടെ അതിനെ? എന്തിന്?